നമസ്കാരം. ആരുടെ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം ശ്രീലാപ്പിള്ളെ. നമസ്തേ രാവിലെ രാജേഷ്. രാവിലെ നമ്മൾ നടത്തിയ ചർച്ചയിൽ ശ്രീലാപ്പിള്ള വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, വാഴട്ടൂണ് കൗൺസിലർ സുഗതന് അവധി കിട്ടിയിരിക്കും, നഗരസഭാ കൗൺസിൽ അവധി കൊടുത്തിരിക്കും, അതിനുള്ള കൃത്യമായ ചടുലമായ നീക്കങ്ങൾ മേയർ അടക്കമുള്ള നേതാക്കൾ നീക്കിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ നിയമവശങ്ങൾ, അതിന്റെ സാങ്കേതിക വശങ്ങളൊക്കെ ശ്രീലാപ്പിള്ള വളരെ വ്യക്തമായി വിവരിച്ചു. ഇതാ ഏറ്റവും പുതിയ വാർത്ത. സുഗതന് 6 മാസത്തേക്ക് അവധി നൽകാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചിരിക്കുന്നു. വെറുതെ തീരുമാനിച്ചതല്ല, വ്യക്തമായ 51-50 വോട്ട് ഭൂരിപക്ഷത്തിന് ഇതോടെ കസേര വീണ്ടും ഉറച്ചത് മേയർ വി രാജേഷിന്റെ ആ മേയർ പദവി കൂടിയാണ്. ആ BJP കൗൺസിലിന്റെ അധികാര അല്ലെങ്കിൽ ഭരണ കസേരയ്ക്ക് കൂടിയാണ് അവിടെ ഒരു അല്പം കൂടി ഒന്ന് ബലം കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഇന്നത്തെ അവിടുത്തെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ? അതുമാത്രമല്ല, സുഗതനകത്ത് വീണ്ടും ചില ഭാഗ്യങ്ങൾ കാത്തിരിപ്പുണ്ടല്ലേ, അത് വിവരിക്കാമോ? അതെ, തീർച്ചയായും. അതായത് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നു, ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ അവധിക്ക് അപേക്ഷ നൽകാം എന്ന് ഒരു വ്യവസ്ഥയുണ്ട് എന്ന്. അതായത് സാധാരണഗതിയിൽ 3 കൗൺസിലിൽ വരാതിരിക്കാൽ അയോഗ്യത കൽപ്പിക്കപ്പെടും. അത് പക്ഷേ സ്വമേധയാ വരാതിരിക്കണം, ഒരു കാരണവും കൂടാതെ. അല്ല, ഇപ്പോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അവധിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ സുഗതൻ കാരണമല്ല സുഗതൻ കൗൺസിലിൽ ഹാജരാകാതിരിക്കുന്നത്. സോ ഹി ഹിംസെൽഫ് എന്നാണ് ആ നിയമത്തിൽ പറയുന്നത്, മുനിസിപ്പൽ ആക്ടിൽ തന്നെ. അതായത് സുഗതന്റെ കാരണം കൊണ്ടല്ല വരാതിരിക്കുന്നത്. സുഗതന് സ്വമേധയാ വരാൻ മാനസികമായി താല്പര്യമുണ്ട്, കൗൺസിലിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ സുഗതന് നിയമത്തിന്റെ ചില നൂലാമാലകളിൽ കുടുങ്ങിയതുകൊണ്ട് സുഗതന് വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുഗതന് അവധിക്ക് അപേക്ഷ കൗൺസിലിന് നൽകാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി കൗൺസിലിൽ അവധിക്ക് അപേക്ഷ നൽകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാത്രമാണ് എന്നാണ് ഇപ്പോൾ മേയർ ശബരിനാഥൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. മേയർ അതിനെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്യുന്നത്. മേയർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, പോലീസിന്റെ കാപ്പ കേസിലുള്ള പ്രതിയായിരുന്ന സുഗതന് പോലീസ് അകമ്പടിയോടുകൂടി കൗൺസിലിൽ വരാൻ സാധിക്കുമോ എന്ന് കേരള ആഭ്യന്തര വകുപ്പിനോട് വളരെ പ്രധാനമായും ഒരു ചോദ്യം കത്തിലൂടെ തന്നെ സുഗതൻ ഉന്നയിച്ചിരുന്നു. അന്ന് ആ ആഭ്യന്തര വകുപ്പ് പറഞ്ഞത് അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷനോടെ വരാൻ കഴിയില്ല, നിങ്ങൾക്ക് ജയിൽ സൂപ്രണ്ട് വഴി അപേക്ഷ നൽകാം എന്നുള്ളതാണ്. UDF സർക്കാർ വളരെ കൃത്യമായി ജയിൽ സൂപ്രണ്ട് വഴി അപേക്ഷ നൽകാം എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ജയിൽ സൂപ്രണ്ട് വഴി അപേക്ഷ നൽകിയിരിക്കുന്നു. ആ അപേക്ഷ ഈ പറയപ്പെടുന്ന കൗൺസിലിൽ പാസ്സാകണം. കൗൺസിലിൽ നിന്ന് വോട്ടിനിട്ടു. കൗൺസിലിൽ സുഗതന്റെ അവധി അപേക്ഷയെ അനുകൂലിക്കുന്നവർ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പൗണ്ടുകടവ് കൗൺസിലറായ സ്വതന്ത്ര കൗൺസിലറായ സുധീഷ് അടക്കമുള്ളവർ കൈപൊക്കി. അങ്ങനെ 50 പേര് തികഞ്ഞു. മേയർക്ക് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് ഇത്തരം ടൈ വരികയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്താൽ മേയർക്ക് അത് കൃത്യമായിട്ടും കാസ്റ്റിംഗ് വോട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ മേയറുടെ കാസ്റ്റിംഗ് വോട്ട് കൂടിയാവുമ്പോൾ 51 വോട്ടായി. നിയമപ്രകാരം ഇത് ശരിയായ രീതി തന്നെയാണ്. ഇപ്പോ ഇടതുപക്ഷവും അതുപോലെ തന്നെ CPM-ഉം കോൺഗ്രസും ഒക്കെ വെറുതെ കിടന്ന് ബഹളം വെക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കോടതിയിൽ പോയാൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു SP ദീപക് ഒരു അഭിഭാഷകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അഭിഭാഷകനായ SP ദീപക് പറയുന്നതൊക്കെ ഹൈക്കോടതി ശരിവെച്ചു എന്നാണ് പറയുന്നത്. കാപ്പ ചുമത്തിയ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് കാപ്പ ബോർഡിൽ മാത്രമേ BJP-യും സുഗതന്റെ വീട്ടുകാരും പോയിട്ടുള്ളൂ. അവരുടെ ആവശ്യം, അതായത് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരത്തിന് ഒരു അവസരം നൽകുക എന്നുള്ളതായിരുന്നു. അതായത് കാപ്പ ചുമത്തിക്കഴിഞ്ഞാൽ, കാപ്പ ബോർഡിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ, കാപ്പ ബോർഡ് നിരാകരിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ബെഞ്ചിന് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നിയമമാണ്. അതിന് ഡിവിഷൻ ബെഞ്ചിലേക്ക് മാത്രമേ ഈ കാപ്പ റിവ്യൂ ചെയ്യാനും പുറത്തു പോകാനുമായി സാധിക്കുള്ളൂ. ഇവിടെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിലായിരുന്നു ആദ്യം ഈ കൗൺസിലർമാരെ അയോഗ്യരാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹർജി ചെന്നത്. ആ ഹർജിയിൽ വിധി പറഞ്ഞത് അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞത് അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ അതിലെ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി, ഒരു കൗൺസിലറിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയില്ല എന്ന സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി അതേ ബെഞ്ചിലേക്ക് പോവുകയും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം നേടിയെടുക്കുകയുമായിരുന്നു BJP ചെയ്തത്. വളരെ തന്ത്രപൂർവമായ ചടുലമായ ലീഗൽ നീക്കങ്ങളാണ് BJP നടത്തിയതെന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള അനുമതി ആ സിംഗിൾ ബെഞ്ചിൽ നിന്ന് കിട്ടി. ഇനി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി കാപ്പ റിവ്യൂ ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കും, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനിയും സുഗതൻ ഉടനെ തന്നെ ഈ കാപ്പയിൽ നിന്ന് മാറാനുള്ള ഒരു നീക്കം
കാപ്പ ചുമത്തിയതിൽ നിന്ന് ആ ചുമത്തിയത് അനധികൃതമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ള ഒരു നീക്കം ഹൈക്കോടതി, സുപ്രീം കോടതി വഴി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹൈക്കോടതിയിൽ തന്നെ മിക്കവാറും ഡിവിഷൻ ബെഞ്ച് തന്നെ അത് റിവ്യൂ ചെയ്യുമ്പോൾ ഈ കേസുകളുടെ സ്വഭാവം നോക്കുമ്പോൾ അത് വ്യക്തവും കൃത്യവുമാകും. നമ്മൾ രാവിലെ തന്നെ ഈ വിഷയം പറഞ്ഞതാണ്, ഒരു കാരണവശാലും അയോഗ്യത ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. അത് മാത്രമല്ല, സുധീഷിനെ എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ സുധീഷ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ ഒരു മാസമായി കൗൺസിൽ താളം തെറ്റിയിരിക്കുകയാണ്. കൗൺസിലിന്റെ നടപടികളോ പ്രവർത്തനങ്ങളോ ഒന്നും കഴിഞ്ഞ കുറെ നാളുകളായി നടത്താൻ ഈ ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന് സമ്മതിക്കുന്നില്ല. CPM-ഉം കോൺഗ്രസും അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൗൺസിൽ സുഗമമായി നടത്തിക്കൊണ്ട് പോകേണ്ടത് അനിവാര്യതയാണ്, ജനങ്ങളുടെ ആവശ്യം കൂടിയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൗൺസിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ഭാഗമായി സുധീഷ് വോട്ട് ചെയ്തു എന്ന് സുധീഷ് വളരെ വ്യക്തവും കൃത്യവുമായി പറയുന്നുണ്ട്. ഒരു ജനപ്രതിനിധി അങ്ങനെ ആയിരിക്കണം. നിരന്തരമായി കൗൺസിലിൽ വന്ന് ബഹളം വെച്ച് സത്യത്തിൽ ഈ കൗൺസിലർമാരെ ജനങ്ങൾ നോട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് എവിടെയും. ജനങ്ങളുടെ പ്രശ്നങ്ങളോ, ഇപ്പോ ദീപക് പുറത്തു വന്നിട്ട് പറയുന്നു കഴിഞ്ഞ കുറെ നാളുകളായി നഗരം ചീഞ്ഞു നാറുന്നു, അവിടെ പ്രശ്നം, കുടിവെള്ള പ്രശ്നം, നായ പ്രശ്നമൊക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ 45 വർഷം ഇവിടെ ഉണ്ടായിരുന്നല്ലേ, അന്ന് എവിടെയായിരുന്നു ഈ ദീപക് അടക്കമുള്ളവർ? അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന വെറും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ജനജീവിതം ദുസ്സഹമാക്കാൻ നടക്കുന്ന ആ നീക്കങ്ങൾക്ക് താനില്ല എന്ന് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ വളരെ കൃത്യമായി തന്നെ സുധീഷും തെളിയിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ സുധീഷാണ് ഇന്നത്തെ താരം കൂടി. കാരണം സുധീഷ് കൂടി വോട്ട് ചെയ്തതോടുകൂടി അല്ലെങ്കിൽ വീണ്ടും 50-50 എന്ന ലക്ഷ്യത്തിലേക്ക്, 50-47 എന്ന ലക്ഷ്യത്തിലേക്ക് പോയേനെ. ഏതായാലും സുധീഷ് വളരെ കൃത്യമായി തന്നെ തന്റെ അവകാശം വിനിയോഗിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഗതന്റെ കാര്യത്തിൽ സുഗതന്റെ കേസുകൾ എടുത്താൽ സുഗതന് കാപ്പ ചുമത്താൻ തക്ക കേസുകൾ ഒന്നും തന്നെ ഇല്ല. സാധാരണ കേസ് എണ്ണം വെച്ചിട്ട് കാപ്പ ചുമത്താം. അതിൽ തന്നെ ചില കേസുകൾ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സുഗതൻ വീട്ടിൽ കിടന്നുറങ്ങിയ സുഗതനെ വിളിച്ചു വരുത്തിയ കേസുണ്ട്. മറ്റൊരു കേസ് ഇതിൽ പ്രധാനമായും പറയുന്നത് അവിടുത്തെ അങ്കനവാടിയുടെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിക്കുകയും പ്രശാന്ത് അവിടെ കയറി ഉദ്ഘാടനം നടത്താനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടുത്തെ MLA ആയ പ്രശാന്ത് യഥാർത്ഥത്തിൽ അന്ന് ആ ഉദ്ഘാടനം നടത്താൻ സുഗതൻ സമ്മതിച്ചില്ല. സത്യത്തിൽ സുഗതന്റെ അധികാര പരിധിയിലുള്ളതാണ്, കോർപ്പറേഷന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ളതാണ് ഈ അംഗൻവാടി അടക്കമുള്ളവ. അപ്പോൾ സത്യത്തിൽ അന്ന് ഇതിനെക്കുറിച്ചൊരു ചിന്തയില്ലാത്തത് കൊണ്ട് സുഗതന്റെ സത്യത്തിൽ തിരിച്ചായിരുന്നു കേസ് കൊടുക്കേണ്ടത്, പ്രശാന്തിനെതിരെയായിരുന്നു കേസ് കൊടുക്കേണ്ടത്, ട്രസ്പാസ് ചെയ്യാൻ ശ്രമിച്ചതിന്. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പല കേസുകളും ഫാബ്രിക്കേറ്റഡ് ആയി ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് സുഗതൻ ഈ പോലീസുകാരെ ആക്രമിച്ചു എന്ന വെർഷൻ വരുത്തിയത് തന്നെ അവിടെ മുഴുവൻ സമയവും ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്ന ഈ പോലീസുകാർക്ക് എന്തുകൊണ്ടാണ് പോലീസുകാരെ ആക്രമിക്കാൻ വന്ന വിഷ്വൽ പുറത്തു കാണിക്കാൻ പറ്റാതെ പോയത്? അങ്ങനെ ഒരു വിഷ്വലേ ഇല്ല, ബാക്കി എല്ലാ വിഷ്വലുകളും അവിടെ ഉണ്ട് താൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പല കേസുകളിലും സുഗതനെ ഇത്തരത്തിൽ കുടുക്കിയതാണ് എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ കൃത്യമായി തന്നെ ഇത് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, സുഗതനെ തൊടാൻ കഴിയില്ല, സുഗതനെ അയോഗ്യത ഉണ്ടാവില്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അനിശ്ചിതത്വത്തിലാവില്ല എന്ന് നമ്മൾ ആർക്കശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ശ്രീല, ഈ സുഗതൻ ഇല്ലാത്തത് കൊണ്ട് നഗരത്തിന്റെ ഭരണം താറുമാറായി എന്നൊക്കെയാണ് ഈ CPM-കാർ പറയുന്നത്. അപ്പൊ സുഗതനാണോ ഈ നഗരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്തുകൊണ്ടിരുന്നത്? അതൊക്കെ 45 വർഷമായിട്ട് ഇവർ ചെയ്ത് പരാജയപ്പെട്ടൊരു കാര്യമല്ലേ ഇപ്പോൾ മേയർ വി രാജും ടീമും ചേർന്ന് പുതിയ സംവിധാനത്തിലൂടെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരം എവിടെയാണ് ചീഞ്ഞു നടന്നതെന്ന് വ്യക്തമായിട്ട് അവർ തന്നെ ദൃശ്യങ്ങളടക്കം കാണിച്ചു തരണം. അതും ചെയ്യുന്നില്ലല്ലോ അവര്. സത്യത്തിൽ അതല്ല ഈ CPM-ന്റെ പ്രശ്നം. CPM-ന്റെ പ്രശ്നം അവരുടെ കച്ചവടങ്ങളെല്ലാം പൂട്ടി എന്നുള്ളതാണ്. പാളയത്തെ അനധികൃത കച്ചവടങ്ങളെല്ലാം പൂട്ടിയിരിക്കുന്നു. കൊടുത്തിരുന്ന നമ്മുടെ കല്യാണ മണ്ഡപങ്ങളെല്ലാം തന്നെ ഈ കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചിരിക്കുന്നു. അപ്പൊ ഈ കല്യാണ മണ്ഡപങ്ങളൊക്കെ മറിച്ചു കൊടുക്കുന്ന വലിയൊരു കച്ചവടമായിരുന്നു. ഈ ജോലിയില്ലാതെ നടക്കുന്ന കുട്ടി സഹാക്കന്മാരുടെ എല്ലാം കച്ചവടം. കർക്കിടകം കഴിഞ്ഞാൽ സീസണായി. അതെ. അപ്പോ ഈ കുട്ടി സഖാക്കന്മാരുടെ എല്ലാം വരുമാന മാർഗമായിരുന്നു ഇത്തരത്തിലുള്ള അനധികൃത സ്ഥാപനങ്ങളും അനധികൃത പരിപാടികളും ഒക്കെ. അപ്പൊ അതെല്ലാം പൂട്ടിപ്പോയിരിക്കുന്നു. അപ്പോ ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഇത്തരം നീക്കങ്ങളുമായി മുമ്പോട്ട് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശബരിനാഥന്റെ പ്രശ്നം വേറെ വ്യത്യസ്തമായ പ്രശ്നമാണ്. കാരണം ശബരിനാഥന്റെ ഒപ്പം ഉണ്ടായിരുന്നവരെല്ലാം മന്ത്രിമാരാവുകയും ഒക്കെ ചെയ്തു. സത്യത്തിൽ ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിൽ കടന്ന് ഇങ്ങനെ ബഹളം വെക്കുക, എങ്ങനെയെങ്കിലും ഈ അടുത്ത കാലത്ത് ഒരു 10 വർഷത്തിനിടയിൽ ശബരിനാഥന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം കാണാനിടയായി. അത് ഈ സുഗതം വന്നുകൊണ്ട് മാത്രം കിട്ടിയ ഒരു ഇന്റർവ്യൂ. അല്ലാതെ ശബരിനാഥൻ എന്ന് പറയുന്ന ഒരാളെ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ കാർത്തികേയന്റെ മകനായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യേണ്ട ഒരാളുമല്ല. ഒരു പ്രാവശ്യം ജയിച്ചു, ഒരു പ്രാവശ്യം തോറ്റു, അത് മാത്രമേ ഉള്ളൂ. പിന്നെ കൗൺസിലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ശബരിനാഥന്റെ ഒപ്പം ഉണ്ടായിരുന്നവരും ആദ്യമായി ജയിച്ചവരൊക്കെ ഇപ്പൊ നമ്മൾ അധികം ഇങ്ങനെയൊന്നും ഷൈൻ ചെയ്യാതിരുന്ന ഈ പറയപ്പെടുന്ന ആരുടെയും പ്രഗത്ഭനായുടെ മക്കളൊന്നും ആകാതിരുന്ന OS ജനീഷ് അടക്കമുള്ളവർ മന്ത്രിയാവുമ്പോ
വെറും ഒരു ഗൺമാന്റെ മകനായിരുന്ന ലിജു അടക്കമുള്ളവർ മന്ത്രിയാവുമ്പോൾ ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയായിരുന്ന വർഷങ്ങളോളം മന്ത്രിയായിരുന്ന അച്ഛന്റെ മകൻ ഇങ്ങനെ കൗൺസിലറായി തുടരുക, ഒരു കളക്ടറുടെ ഭർത്താവാണ്. അതൊക്കെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി ഞാനിവിടെ ഉണ്ട് എന്ന ഇങ്ങനെ നിരന്തരം ഞാനിവിടെ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെങ്കിലും അട്ടിമറിച്ച് എങ്ങനെങ്കിലും മേയർ ആവാൻ പറ്റിയ അത്രയും നല്ല ഗുണമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ശബരിനാഥൻ. അതുകൊണ്ടാണ് ശബരിനാഥനും ഈ ദീപക്കും ഒക്കെ നിയമം അറിയുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവർക്കൊക്കെ നിയമം അറിയുമ്പോഴും ഈ നിയമത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും വീണ്ടും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോടതിയിൽ പോയാലും ഈ സുഗതന്റെ ഇതൊരു അയോഗ്യതയാവില്ല എന്ന് 100% നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ സുഗതന്റെ കാപ്പ ഉടൻ തന്നെ അത് റിവൈസ് ചെയ്യാനുള്ള മാർഗങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവർ പറയുന്ന ഒരു കാര്യം കൂടി പറയാം. ഇവർ പറയുന്ന മറ്റൊരു ആരോപണം കൂടിയുണ്ട്. പാലക്കാട് ഒരു കൗൺസിലറെ അയോഗ്യത പാലക്കാട് ഒരു കൗൺസിലർക്ക് അയോഗ്യത ഉണ്ടായതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് BJP ഭരിക്കുന്ന 2 നഗരസഭകളിൽ ഒരാൾക്ക് ലീവ് അനുവദിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാം. കാരണം ഈ പാലക്കാട് കൗൺസിലർ എന്ന് പറയുന്ന പ്രശോഭ് ശ്രീവത്സൻ, പാലക്കാട് കൗൺസിലർ പ്രശോഭ് എന്ന് പറയുന്ന ഒരാളാണ്. ആ പ്രശോഭ് ഒരു ST വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അതിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടാവുകയും ചെയ്ത് ഒളിവിൽ പോയാണ് ആദ്യത്തെ 2 കൗൺസിലിൽ ഹാജരാകാതിരുന്നത്. ആ 2 കൗൺസിൽ ഹാജരാകാതിരുന്നത് ഒളിവിൽ പോയി ഹാജരാകാതിരിക്കുകയും അതിനുശേഷം 3ാമത് കൗൺസിൽ ആകുമ്പോഴേക്കും ആ കൗൺസിൽ എത്തുമ്പോഴേക്കും റിമാൻഡിലാവുകയും ചെയ്യുകയായിരുന്നു. അപ്പോ ആ 3ാമത്തെ കൗൺസിൽ പങ്കെടുക്കാനും കഴിഞ്ഞില്ല. അവധിക്ക് അപേക്ഷ വന്നോ എന്ന് പറയുമ്പോൾ പോലും ഇത്തരം ഒരു കേസ്, 2ാമത് ഒളിവിലായിരുന്നു, സ്വയം ഒളിവിൽ പോയതാണ്, അല്ലാതെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമായിരുന്നില്ല. ഇവിടെ സുഗതന്റെ കാര്യത്തിൽ സുഗതൻ ആദ്യത്തെ 2 കൗൺസിൽ പങ്കെടുക്കാതിരുന്ന സുഗതന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി, സുഗതന് ചിക്കൻ ബോക്സ് അടക്കമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുഗതൻ നേരത്തെ തന്നെ 2 പ്രാവശ്യം അവധിക്ക് അപേക്ഷ നൽകിയിരുന്നതാണ്. ആ അവധി അപേക്ഷയ്ക്ക് ശേഷമാണ് സുഗതൻ അതിനുശേഷം ആദ്യത്തെ ഒരു 2 കൗൺസിൽ വന്നില്ല. പക്ഷേ 2ാമത്തെ കൗൺസിൽ മുതലാണ് 3 കൗൺസിൽ എന്ന് നമുക്ക് കൂട്ടാൻ കഴിയുന്നത്. അതിന് മുമ്പിലത്തെ കൗൺസിൽ എത്തി. അപ്പൊ ആദ്യത്തെ കൗൺസിൽ അങ്ങനെയായിരുന്നു. 2ാമത്തെ കൗൺസിലാകുമ്പോഴേക്കുമാണ് സുഗതൻ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ 3ാമത്തെ കൗൺസിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ് സുഗതൻ, കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അല്ലെ, സുഗതൻ ഒളിവിൽ പോയപ്പോഴല്ല അപേക്ഷ കൊടുത്തത്, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ കൊടുത്ത അപേക്ഷയാണിത്. മറ്റേത് 2 പ്രാവശ്യം വരാതിരുന്നതിന് കാരണവും ഒളിവിൽ പോയതായിരുന്നു. അതും ST പെൺകുട്ടി. ആലോചിക്കണ കേസിന്റെ ഇതാണ് ഉന്നയിക്കുന്നത്. ഇപ്പോ ശബരിനാഥ് അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ഒരു ST പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് അയാൾ ഇപ്പോ പ്രതിസന്ധിയിലായിരിക്കുന്നത്, അയാളുടെ കൗൺസിലർഷിപ്പ് പോയിരിക്കുന്നത്. അതും ഇതുമായി കൂട്ടിയിണക്കാനാണ് ഇപ്പോൾ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടും 2 വ്യത്യസ്ത വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ ഒരാൾ ഒളിവിലായിരുന്നു, ഒരാൾ ഒളിവിലല്ലായിരുന്നു, അത്ര വ്യത്യാസമേ ഉള്ളൂ. ഒരാൾ സുഖമില്ലാത്തത് കൊണ്ട് കൗൺസിൽ 2 പ്രാവശ്യം വന്നില്ല, അടുത്ത പ്രാവശ്യം അയാൾ പോലീസിന്റെ കാപ്പ, അതും നമുക്കറിയാം, കാപ്പ ചുമത്താനിടയായ സാഹചര്യം അറിയാം, മനഃപൂർവ്വം കാപ്പയിൽ പെടുത്തുകയായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യവുമാണ്. 3ാമത്തെ പ്രാവശ്യം അങ്ങനെ കാപ്പയിൽ ആയിപ്പോയി, അതുകൊണ്ട് വരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവധിക്ക് അപേക്ഷ നൽകാനും ഇത് നിലനിർത്താനും സാധിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമപരമായി ഇതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി സംഭവിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും മേയർ വി രാജേഷിനെയും BJP കൗൺസിലർമാരെയും മാധ്യമങ്ങളും പറഞ്ഞില്ല, കാസ്റ്റിംഗ് വോട്ടിനെ പറ്റി ഒരൊറ്റ മാധ്യമങ്ങളും പറഞ്ഞില്ല. നമ്മൾ മാത്രം, മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും കാസ്റ്റിംഗ് വോട്ടിനെ പറ്റി പറഞ്ഞില്ല. നമ്മൾ മാത്രമാണ് കാസ്റ്റിംഗ് വോട്ടിനെ പറ്റി പറഞ്ഞത്. ഇനി ജനമെല്ലാം ഓണത്തിരക്കിലാണ്. അപ്പോൾ നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് പ്രതിപക്ഷവും 2 പ്രതിപക്ഷങ്ങളും, CPM-ഉം LDF, UDF, അതുപോലെ തന്നെ നമ്മുടെ NDA ഭരണപക്ഷവും, ഈ 3 പേരും ഒരുമിച്ച് ചേർന്ന് ഇനിയെങ്കിലും നഗരസഭയുടെ ഭരണം വളരെ കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പുതിയ വിഷയങ്ങളൊന്നും പ്രതിപക്ഷം ഉണ്ടാക്കിയെടുക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും അത് പോകുമെന്ന്. കാരണം ഇന്ന് ശബരിനാഥ് ഇന്ന് നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ചിട്ട് ഭരണഘടന ഉയർത്തി നിൽക്കുന്നുണ്ട്. അത് ഈ മുനിസിപ്പൽ റൂൾ വായിച്ചു നോക്കാൻ വയ്യാത്ത മനുഷ്യനാണ്, കൗൺസിലറാണ് ഈ ഭരണഘടനയെ കുറിച്ച് വാചാലമാകുന്ന രാഹുൽ ഗാന്ധി ഭരണഘടന എടുത്ത് തറയിലിടുന്ന ഒരു വിഷ്വൽ പുറത്തു വന്നിട്ടുണ്ട്. അതെ, എന്തും ആകാലോ, കാരണം അവർക്ക് എന്തും ആകാം, എന്തും ചെയ്യാം. എന്തായാലും ശബരിനാഥിന്റെ ആ വെള്ളക്കൊക്കിന്റെ ശ്വാസം സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നിലച്ചു പോയതാണ്. വീണ്ടും ആ കൊക്കിനെയും വെറ്റിനറി ആശുപത്രിയിൽ നിന്ന് വീണ്ടും എടുത്തു തിരിച്ചു കൊണ്ടുവന്നു. വീണ്ടും ആ വെള്ളക്കൊക്കിന്റെ ശ്വാസം പോയി. കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതനെ സത്യപ്രതിജ്ഞ അനുവദിക്കില്ലെന്നായിരുന്നല്ലോ അന്ന് പറഞ്ഞിരുന്നത്. ഉടൻ തന്നെ അടുത്ത കൊക്കും ഇല്ലാതാവും. അടുത്ത കൗൺസിൽ സുഗതൻ വരുന്ന ദിവസം ഇനി എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതെ, ഇനിയെങ്കിലും ഇത്തരം പൊള്ളയായ വീരവാദങ്ങൾ ഉന്നയിക്കരുതേ എന്നൊരു അപേക്ഷ കൂടി ശബരിനാഥിന് മുന്നിലുണ്ട്. നന്ദി, നമസ്കാരം.